ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്. ദൈവവചനം അത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ആരോടാണ് എന്നും ആരോടല്ല എന്നും കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 30 വർഷക്കാലം ആത്മീയ ശുശ്രൂഷ നടത്തിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പൗലോസ് പറയാണ്, മജ്ജയും മാംസവും ഉള്ളവരോടല്ല നമുക്ക് യുദ്ധമുള്ളത്, അവരോടല്ല നമുക്ക് യുദ്ധമുള്ളത്. പിന്നെ ആരോടാണ് നമുക്ക് യുദ്ധമുള്ളത്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയും നമുക്ക് പോരാട്ടമുള്ളതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും അധിപതികളോടോ വാഴ്ചകളോടോ ആണെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. അദൃശ്യ ലോകത്തിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തി, ഈവിൾ ഫോഴ്സസ്, തിന്മയുടെ ശക്തി നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെയുള്ള ആ ഡെമോണിക് ഹൈറാർക്കിയുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ആ തിന്മയുടെ ശക്തി മനുഷ്യരിൽ കൂടി നമ്മോട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരോട് നമ്മുടെ ജഡപ്രകാരം ജഡീകമായി നമ്മൾ യുദ്ധം ആരംഭിക്കുവാൻ, അവരോട് നമ്മൾ പോരാടുവാൻ തുടങ്ങും. എന്നാൽ നമുക്ക് അവിടെ ജയിക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ ശക്തി എന്ന് പറയുന്നത് ആത്മശക്തിയാണ്. അതിനോട് ജഡപ്രകാരം നമുക്ക് പോരാടുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന്. ജീവിതത്തിൽ പോരാട്ടം ഉണ്ടായപ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എതിർത്തു, പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം എതിർത്തില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എതിർക്കേണ്ടത്? നമ്മൾ ഈ പിശാചിനോട് ജയിച്ച് പിശാചിനെ തോൽപ്പിച്ച് കർത്താവ് യേശുവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനോട് വിജയം വരിക്കേണ്ടത്. അപ്പോൾ ഇത് പലതരത്തിൽ മനുഷ്യരിൽ കൂടി നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും, നമുക്കെതിരായിട്ട് ഭോഷ്ക് പറയും. കാരണം ഇത് ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാണെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. നമുക്കെതിരായി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും, അപവാദിയാണ്. നമുക്കെതിരായി അതുപോലെ നമുക്ക് ടെംപ്റ്റേഷൻ, പരീക്ഷകൾ കൊണ്ടുതരും, ടെംപ്റ്റേഷൻ കൊണ്ടുവരും. നമുക്കെതിരായിട്ട് പലവിധ കാര്യങ്ങൾ. അവനെ പറ്റി കുലപാതകൻ എന്നും ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശത്രുവാണ്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശത്രുവായിരുന്നു. എന്നാൽ നമ്മൾ അതിനോട് കർത്താവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, കർത്താവ് വചനപ്രകാരം പിശാചിനോട് എതിർത്തതുപോലെ ദൈവവചനം കൊണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ തകർത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ സത്യവചനത്താലും താഴ്മയോടും സത്യത്തോടും കൂടി നമ്മൾ ഇതിനോട് പോരാടുമ്പോൾ നമ്മൾ ഈ പോരാട്ടത്തിൽ ജയിക്കുന്നവരായി.